പല ആൾക്കാരും വിചാരിക്കുന്നത് കണ്ടീഷണർ തലയിൽ തേക്കാമെന്നാണ്. അങ്ങനെയല്ല. കണ്ടീഷണർ ഒരിക്കലും തലയിൽ തേക്കരുത്. മുടിക്ക് മാത്രമുള്ളതാണ്. തലയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും മാസ്ക് ആണ് വാങ്ങുന്നെങ്കിൽ ഓക്കെ, സ്കാൽപ്പിനുള്ളതാണെങ്കിൽ നമുക്ക് തേക്കാം. അല്ല എങ്കിൽ മാസ്ക് ആയാലും കണ്ടീഷണർ ആയാലും മുടിക്ക് മാത്രം ഉള്ളതാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം മുടി പിഴിഞ്ഞ് വെള്ളം കംപ്ലീറ്റ് തോർത്തിയതിന് ശേഷം ഒക്കുമെങ്കിൽ ഒരു ടവലും കൂടെ കൊണ്ട് ഒപ്പി എടുത്തതിന് ശേഷം കണ്ടീഷണർ ആയാലും മാസ്ക് ആയാലും ഇടുക. കണ്ടീഷണർ ഒരു 5 മിനിറ്റ് ഇടുക, മാസ്ക് ആണെങ്കിൽ ഒരു 15 മിനിറ്റ് ഇടുക. അത് കഴിഞ്ഞ് നല്ലവണ്ണം തണുത്ത വെള്ളത്തിൽ കഴുകുക. ചൂടുവെള്ളം ഉപയോഗിക്കരുത്. ചൂടുവെള്ളം ഉപയോഗിച്ച് അതിൻ്റെ എഫക്റ്റ് പോവും. തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴിയുന്നതിന് ശേഷം നമ്മൾ ടവൽ കൊണ്ട് നല്ലവണ്ണം ഡ്രൈ ആക്കിയതിന് ശേഷം നല്ല ഒരു സെറം, ഹെയർ സെറം കൂടി നല്ലവണ്ണം മുടിയുടെ താഴെന്ന് തേച്ച് തുടങ്ങി മുടിയുടെ മേള് വരെ തേക്കുക. അത് കുറച്ച് മതി. അതെടുത്ത് ഒന്നിങ്ങനെ തേക്കേ ചെയ്യാവൂ. സ്കാൽപ്പിൽ സെറം തേക്കരുത്. സ്കാൽപ്പിലേക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ പലരും വിചാരിക്കുന്നത് കണ്ടീഷണർ നമുക്ക് സ്കാൽപ്പിൽ തേക്കാമെന്നാണ്, അതായത് തലയോട്ടിയിൽ തേക്കാമെന്നാണ്. അങ്ങനെ തേച്ച് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും ഉണ്ടാകും, നിറച്ച് താരനും വരും. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. പിന്നെ ചിലർ വിചാരിക്കുന്നത് കണ്ടീഷണർ ആയാലും മാസ്ക് ആയാലും നല്ലോണം കഴുകി കളയണ്ട എന്നാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നല്ലോണം കഴുകി കളയുക. ഞാനൊരു വീഡിയോയിൽ ഒരാൾ പറയുന്ന കേട്ടായിരുന്നു, കണ്ടീഷണർ ഇട്ടാൽ അധികം കഴുകണ്ടെന്ന്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മുടി കൊഴിച്ചിലുണ്ടാകും, മുടി കംപ്ലീറ്റ് ചീത്തയായി പോവും. അതുകൊണ്ട് ഇത് നിങ്ങളെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കുറച്ച് ഫ്ലാക്സ് സീഡും ഒരു 1.5 സ്പൂൺ ഫ്ലാക്സ് സീഡും ഒരു 1/2 സ്പൂൺ ഉലുവയും കൂടി ഇട്ട് നല്ലോണം തിളപ്പിച്ച് അതിനെ കുറച്ചൊന്ന് വറ്റിക്കുക. അപ്പം ഒരു ജെല്ലി ടൈപ്പ് ഒരു ലിക്വിഡ് കിട്ടും. അത് തണുത്തതിന് ശേഷം നല്ല ഒരു തുണിയിൽ അരിച്ചെടുത്തിട്ട് അത് ആണെങ്കിൽ നിങ്ങൾക്ക് തലയോട്ടിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് തലയോട്ടിയിലും തേക്കാം, നിങ്ങൾക്ക് മുടിയിലും തേക്കാം. മുടി നല്ല സോഫ്റ്റ് ആവും. ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക.